Good afternoon. Good afternoon, ma'am. Okay. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് വരെയല്ലായിരുന്നു. ഇനി നമ്മള് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ 2-ലെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്കാണ് മൂവ് ആകുന്നത്. എന്താണ് സെക്കൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക്? സെലക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ഓക്കെ, സെലക്ഷൻ നോക്കാം കേട്ടോ. സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് നമ്മളൊരു പോസിറ്റീവ് പ്രോസസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ അത്? പക്ഷേ സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആണ്. സെലക്ഷൻ എന്ത് പ്രോസസ് ആണ്? നെഗറ്റീവ് പ്രോസസ് ആണ്. സെലക്ഷന്റെ സമയത്ത് നമുക്ക് വേണ്ട ആപ്ലിക്കൻസിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി ആപ്ലിക്കൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണെന്ന് പറയുന്നത്. സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സെലക്ട് ചെയ്യാണ്. ആ ജോബിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം കേട്ടോ. കൺസെപ്റ്റ് ഓഫ് സെലക്ഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സെലക്ഷൻ refers to the process in which individuals are selected from the list of job applicants, processing the required knowledge and skills for the job to be performed in an organization. ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോബ് പെർഫോം ചെയ്യേണ്ട ഒരു വ്യക്തിനെ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് എന്ത്? സെലക്ഷൻ. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നോളജ്, സ്കിൽസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെരിഫൈ ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സെലക്ഷൻ ഇസ് ദ പ്രോസസ് which include various phases such as reviewing the applicants in order to check whether they are suitable for the job or not. First നമ്മൾ എന്താ ചെയ്യുന്നത്? റിവ്യൂ ചെയ്യും. ആപ്ലിക്കൻസ് ഈ ജോബ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആണോ, സ്യൂട്ടബിൾ അല്ലേ എന്ന് നമ്മൾ നോക്കും. സെലക്ട് ദ റൈറ്റ് വൺ ഫ്രം ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്. ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ആൻഡ് റിജക്റ്റിംഗ് ദ റെസ്റ്റ്. ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. Therefore സെലക്ഷൻ ക്യാൻ ബി റിഗാർഡ് ആസ് എ നെഗറ്റീവ് പ്രോസസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്? സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആസ് ഇറ്റ്സ് മെയിൻ എയിം ഈസ് ടു റിജക്ട് ആസ് മെനി അൺസ്യൂട്ടബിൾ ഇൻഡിവിജ്വൽസ് ആസ് പോസിബിൾ. സെലക്ഷന്റെ മെയിൻ എയിം തന്നെയാണ് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യുക? റിജക്ട് ചെയ്യുക എന്ന് തന്നെയാണ് സെലക്ഷന്റെ മെയിൻ ആയിട്ടുള്ള എയിം. സോ ആസ് ടു ഗെറ്റ് ദ റൈറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. എന്നാൽ മാത്രമാണ് ഏറ്റവും റൈറ്റ് ആയിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോബ് ആപ്ലിക്കൻസിന്റെ നിന്ന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യാണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെലക്ട് ആപ്ലിക്കൻസിനെ എല്ലാ രീതിയിലും റിവ്യൂ ചെയ്യും, അവരുടെ സ്യൂട്ടബിലിറ്റി ചെക്ക് ചെയ്യും, എന്നിട്ട് അതിലേക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. ബാക്കിയെല്ലാം കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു നെഗറ്റീവ് പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സെലക്ഷന്റെ മെയിൻ എയിം തന്നെ എന്താണ്? അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ റിജക്ട് ചെയ്യുക എന്നാണ്. സോ ആസ് ടു ഗെറ്റ് ദ റൈറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് ഫോർ സെലക്ഷൻ. എന്നാൽ മാത്രമാണ് ഏറ്റവും റൈറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ 4 ഡെഫിനിഷൻസ് നോക്കുന്നുണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് അക്കോർഡിംഗ് ടു Sherman, Holmes, Hunt and Osborne, selection is a series of steps from initial applicants screening to final hiring of new employees. ഒരു എന്താണ്? സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആപ്ലിക്കൻസിനെ സ്ക്രീൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫൈനൽ സെലക്ഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. പുതിയ എംപ്ലോയീസ് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒത്തിരി സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നും എന്തൊക്കെയാണ് പ്രോസസ് എന്നൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാണ്? നമ്മൾ സെലക്ട് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു ഹെറിംഗ് നോളിറ്റി.
The selection is the process of making a higher or non-higher decision. Selection എന്ന് പറയുമ്പോൾ മേ ബി അത് ഹയറിംഗ് ആയിരിക്കും, നമ്മൾ സെലക്ട് ചെയ്യും, or no hiring, നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കും. Regarding each applicants for a job, അപ്പോൾ ഈ ജോബിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കൻസിന് മേ ബി ഒരാളെ നമ്മൾ ഹയർ ചെയ്യാം, നെക്സ്റ്റ് വ്യക്തിയെ നമ്മൾ നോൺ ഹയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹയർ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനമാണ് എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. According to Steve P. Robbins and Mary Coulter, selection is the process of screening job application to ensure that the most appropriate candidates are hired. അപ്പോൾ സെലക്ഷൻ എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. മോസ്റ്റ് സ്യൂട്ടബിൾ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ ഹയർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ് ആണ് എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഡൽ യോളർ, സെലക്ഷൻ ഇസ് ദ പ്രോസസ് which candidates for the employment are divided into groups. രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഡിവൈഡ് ചെയ്യാണ്. സെലക്ഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം. അതില് നമ്മൾ ആരൊക്കെയാണ് എംപ്ലോയ്മെന്റിന് ഓഫർ ചെയ്യുന്നത്, ആരെല്ലാം ഓഫർ ചെയ്യുന്നില്ല, അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡൽ യോളർ, സെലക്ഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് കാൻഡിഡേറ്റ്സ് ഫോർ ദ എംപ്ലോയ്മെന്റ് ആർ ഡിവൈഡ് ഇൻടു ടു ക്ലാസ്. Those who will be offered employment, ആർക്കൊക്കെ ജോബ് കൊടുക്കുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്, ആൻഡ് who will not, ആർക്കെല്ലാം ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളൊരു രണ്ട് ക്ലാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കാൻഡിഡേറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. നോക്കട്ടോ, മാർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അങ്ങനെ ചോദിക്കാം. ഡെഫിനേഷൻസ് നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട, പക്ഷെ അത് ആരാണ് പറഞ്ഞത്, ഹൂ സ്റ്റേറ്റ്സ് ദാറ്റ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ഡെഫിനേഷൻസ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ 4 ഡെഫിനേഷൻസ് എന്താ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു, 4 ഡെഫിനേഷൻസും ഒന്ന് നോക്കി വെക്കുന്നതാണ്. അപ്പൊ ആരാണ്, സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് ഫൈനൽ ആയിട്ട് ആപ്ലിക്കൻസിന്, ഇനിഷ്യൽ ആപ്ലിക്കൻസിന് സ്ക്രീൻ ചെയ്യുകയും ഫൈനലായിട്ട് ഹയർ ചെയ്യുന്നതും ആരാണ്, എംപ്ലോയീസിനെ എങ്ങനെ ഹയർ ചെയ്യുന്നത്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഹയർ ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുള്ളത്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണമെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമ്മൾ കാൻഡിഡേറ്റ്സിനെ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും, അത് ആരാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഓരോ ആ പേര് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. അപ്പൊ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡെഫിനേഷൻ നമ്മൾ മീനിങ് പറഞ്ഞപ്പോഴും ഡെഫിനേഷൻ പറഞ്ഞപ്പോഴും എന്താണ്, ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാണ് നമ്മൾ ഹയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെലക്ഷൻ എന്താണെന്നും ആ ഡെഫിനിഷനോളം ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ ഒരു 1 മിനിറ്റ് കേട്ടോ, ഒന്ന് റീഡ് ചെയ്യേ. റീഡ് ചെയ്ത് നോക്കിയോ? നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷനെയാണ് കേട്ടോ. എന്തെല്ലാമാണ് സെലക്ഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത് സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്, ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. വെരിഫൈ ദ ആപ്ലിക്കൻസ് കേപ്പബിലിറ്റി, ഓരോ ആപ്ലിക്കൻസിന്റെയും കേപ്പബിലിറ്റി എന്താണ്, അവരുടെ നമ്മുടെ ജോബ് റിക്വയർമെന്റ്സിനനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നു. എന്നിട്ടാണ് നമ്മൾ പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് റൈറ്റ് ജോബ്, റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ആയിട്ടുള്ള ജോബിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. ജനറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് അബൌട്ട് ദ കാൻഡിഡേറ്റ്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്താണ് ക്രോസ് ചെക്ക് ചെയ്യുമല്ലോ, എന്താണ് നമ്മള് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യേ. അതേപോലെ അവരോട് നേരിട്ട് പേഴ്സണലി നമ്മുടെ ഇന്ററാക്ഷനിലൂടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, അക്യൂർ ചെയ്യും.
കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ ഹാബിറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും അക്യൂർ ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് സേവ് കോസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ചെലവുകൾ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ചെലവ് വരുന്നില്ല. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്തത്. സോ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും അവിടെ വരുന്നില്ല. നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓർ ഇമ്പോർട്ടൻസ് എന്ന് കൂടി പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് സെലക്ഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഫോളോസ്. സെലക്ട് ദ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ. നമ്മൾ ആ ജോബ് റിക്വയർമെന്റ്സും ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ. സെലക്ഷൻ പ്രോസസ് എയിംസ് അറ്റ് ചൂസിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് who meet all the requirements of the position. ആ ഒരു പൊസിഷന്റെ എല്ലാ റിക്വയർമെന്റ്സ് ജോബ് റിക്വയർമെന്റ്സ് ഉണ്ടാവും. അതെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. The best candidate is choose only after rejecting all the unfit applicants through a systematic process of selection. നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അൺഫിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The best candidate is chosen only after rejecting all the unfit applicants through a systematic process of selection. നോക്കി വെച്ചോ, സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെയാണ് നമ്മൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. ബാക്കി കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ് റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് വെരിഫൈസ് ദ ആപ്ലിക്കൻസ് കേപ്പബിലിറ്റി. ആപ്ലിക്കൻസിന്റെ കേപ്പബിലിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, അവർക്ക് എന്ത് കഴിവുണ്ട്, അവർക്ക് നമ്മൾ ആ പറഞ്ഞ ജോബ് പെർഫോം ചെയ്യാനുള്ള എബിലിറ്റീസ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം വെരിഫൈ ചെയ്യണം. എ സെലക്ഷൻ പ്രോസസ് helps to match the job requirements with the applicants through a systematic process of selection. നമ്മൾ ആ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് മാച്ച് ആകുന്നുണ്ടോ ആപ്ലിക്കൻസിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്ന് നമ്മൾ എന്ത് ചെയ്യണം വെരിഫൈ ചെയ്യണം. നെക്സ്റ്റ് തേർഡ് ഒബ്ജക്റ്റീവ് ആണ് പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് ദ റൈറ്റ് ജോബ്. റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ വേണം നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. സോ സെലക്ഷൻ പ്രോസസ് ഹെൽപ്സ് ടു ചൂസ് ദ റൈറ്റ് കാൻഡിഡേറ്റ് for the right job so as that he can contribute his best effort towards the achievement of the organization goal by giving a standard performance as deserved. അപ്പോ ആ ജോബ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ആ ജോബ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ജോബിലേക്ക് പ്ലേസ് ചെയ്യാനില്ല. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റും. സോ റൈറ്റ് കാൻഡിഡേറ്റ്സിനെ വേണം റൈറ്റ് ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. സെലക്ഷൻ ഓൾസോ ഹെൽപ്സ് in extracting information regarding the candidates with a view to compare him with the working information regarding the candidates with the view to compare with him. Repeat ആണോ? മാം കുറച്ച് സ്പീഡ് കുറച്ച് പറയാമോ? ഓക്കേടാ, ഒരു മിനിറ്റ് കേട്ടോ. റിപ്പീറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ കാൻഡിഡേറ്റ് വിത്ത് വ്യൂ ടു അതൊന്ന് കട്ട് ചെയ്താലേക്ക് കമ്പയർ വിത്ത്. ഓക്കെ, നമ്മള് കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാറുണ്ട് ഗ്യാദർ ചെയ്യാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ ചെയ്ത് നമ്മള് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കളക്ട് ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. സെലക്ഷൻ ഓൾസോ ഹെൽപ്സ് ഇൻ എക്സ്ട്രാക്ടിങ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് അത് ഫുള്ള് റിപ്പീറ്റ് ആണ് കേട്ടോ. regarding the candidates with a view to compare him with other candidates. മറ്റ് കാൻഡിഡേറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം. അപ്പൊ നമുക്ക് രണ്ട് കാൻഡിഡേറ്റ്സും നല്ല രീതിയിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ദെൻ സേവ് കോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ,
നമുക്ക് എന്താണ് റൈറ്റ് കാൻഡിഡേറ്റ്സിനെയും ആ ജോബ് റിക്വയർമെന്റ്സ് നല്ല രീതിയിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു റൈറ്റ് ആണെന്ന് തോന്നുന്ന ഒരു എംപ്ലോയിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരുപാട് ചെലവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മിസ്മാച്ച് വരും. ഓൾറെഡി നമ്മൾ എടുത്ത ഡിസിഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇത്രയും റിക്രൂട്ട്മെന്റിനും സെലക്ഷനും വേണ്ടി സ്പെൻഡ് ചെയ്ത കോസ്റ്റ് നമുക്ക് എക്സ്ട്രാ വരും. അതേപോലെ ടൈമും നമ്മൾ വീണ്ടും അത്രയും ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് ആണ് സെയിം കോസ്റ്റ്. The comparison between the right candidates and the job requirement is very crucial in order to enhance employees' work performance. നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് ആ വർക്ക് നമ്മൾ അസൈൻ ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ആ വർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം മിസ്മാച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനി മിസ്മാച്ച് ഇൻ റെസ്പെക്ട് ക്യാൻ റിസൾട്ട് ഹൈ ലോസ് ടു ദ ഓർഗനൈസേഷൻ. അങ്ങനെ മിസ്മാച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന് ഭയങ്കര നഷ്ടത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ടേംസ് ഓഫ് മണി, മേ ബി മണി നഷ്ടം വരാം, ടൈം ആൻഡ് എനി അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. നമ്മൾ ഒരു എംപ്ലോയിനെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ഒക്കെ ചെയ്ത് ഡെവലപ്പ് ഒക്കെ ചെയ്ത് അവർക്ക് ആ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കും. പക്ഷെ മേ ബി എന്തെങ്കിലും പ്രശ്നം ഡിസാറ്റിസ്ഫാക്ഷൻ കാരണം അദ്ദേഹം ആ ജോബ് വേണ്ടാന്ന് വെച്ച് പോവാണെങ്കിൽ നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് നഷ്ടം വരാം. സോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇൻ ടേംസ് ഓഫ് മണി, ടൈം ആൻഡ് എനി അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സെട്ര. With the passage of time പോകുന്നതിനനുസരിച്ച് the employee may lose its interest in the job. ആ ജോബിൽ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും ആൻഡ് ഈവൻ റിസൈൻ, അദ്ദേഹം എന്തെങ്കിലും റിസൈൻ ചെയ്യാനുള്ള കാരണമാവും. ആസ് എ റിസൾട്ട് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോബ് ആണെങ്കിൽ നമ്മൾ മേ ബി ആ ഒരു ജോബ് ക്വിറ്റ് ചെയ്ത് മറ്റേതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജോബിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ജോബ് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ അവരുടെ ആ പാഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ജോബ് അസൈൻ ചെയ്യാനായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാഷൻ തന്നെ ആയിട്ട് ഒരു ജോബ് കിട്ടാനൊക്കെ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഫ്രസ്ട്രേറ്റഡ് എംപ്ലോയി, ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പം ഒരു ജോബ് അറിയാവുന്ന ഒരാളെയാണ് നമ്മളത് അസൈൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അത് ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒന്നും അറിയാത്ത ഒരാളത് അസൈൻ ചെയ്യുമ്പോൾ മേ ബി അവിടെ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? പോസിബിലിറ്റി ഫ്രസ്ട്രേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എ ഫ്രസ്ട്രേറ്റഡ് എംപ്ലോയി മേ പാസ് on some negative and misrepresented news pertaining to the organization. അപ്പൊ ഒരു എംപ്ലോയി എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് എന്താ പറയാ നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യും. അത് ലോങ് റണ്ണിൽ ഓർഗനൈസേഷന് നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാരണമാകുമ്പോൾ അത് ബാഡ്ലി ഓർഗനൈസേഷന്റെ ഇമേജിനെ, ഗുഡ്വില്ലിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എ ഫ്രസ്ട്രേറ്റഡ് എംപ്ലോയി മേ പാസ് സം negative and misrepresented news pertaining to the organization. ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യും. which may result in numerous loss in long run. ലോങ് റണ്ണിൽ അത് ഒരുപാട് നഷ്ടം വരാനായിട്ട് കാരണമാകുന്നു. Hence, continuous observation of the fit between the candidates and ability. Fit between candidates ability and job requirement. നമ്മൾ ശ്രദ്ധിക്കണം. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ്. നമ്മൾ ആ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിയും ജോബ് റിക്വയർമെന്റ്സും കൂടി നല്ല രീതിയിൽ ഫിറ്റ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. ഇറ്റ് ഈസ് നെസസറി ഫോർ എഫക്റ്റീവ് സെലക്ഷൻ പ്രൊസീജിയർ. അത് ഒരു എഫക്റ്റീവ് സെലക്ഷൻ പ്രൊസീജിയറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്, നമ്മളുടെ ജോബ് റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ടുള്ള വ്യക്തിനെയാണ്, ആ കാൻഡിഡേറ്റ്സിന് അതിന്റെ എബിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. അപ്പൊ നമ്മള് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ ആണ് പറഞ്ഞത്. അതിൽ പറഞ്ഞത് സെലക്ട് ദ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ്, വെരിഫൈ ദ ആപ്ലിക്കൻസ് കേപ്പബിലിറ്റി. ഒരു വ്യക്തിയുടെ കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യാം. നമ്മളുടെ ജോബ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവുണ്ടോ, പ്രാപ്തരാണോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് വേണം സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ആണ് പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് റൈറ്റ് ജോബ്. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ വേണം റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ
എന്നാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then generate information about the candidates. നമ്മൾ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് സെലക്ഷൻ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷന്റെ ഒക്കെ ബേസിലാണ് ഓരോ കാൻഡിഡേറ്റ്സിനും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ ആ ജോബിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സേവ് പോസ്റ്റ് ആണ്. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് റൈറ്റ് ആയിട്ടുള്ള ജോബ്, ആ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്. എന്തെങ്കിലും മിസ്മാച്ച് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ അതിന് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സെലക്ട് ചെയ്ത ഒരാള് നമ്മുടെ ഓർഗനൈസേഷന് ക്വിറ്റ് ചെയ്തു, ജോബ് ഏതെങ്കിലും ഫ്രസ്ട്രേഷനോ മറ്റു കാരണങ്ങളോ കൊണ്ടോ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. വീണ്ടും നമുക്കതൊരു എക്സ്പെൻസ് ആണ്. വീണ്ടും നമ്മൾ ഒരുപാട് ടൈമും മണിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നേരിടേണ്ടി വരും, സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നമ്മളത് ബാഡ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റീസ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മുടെ ജോബ് റിക്വയർമെന്റ്സും കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിയും വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ഷൻ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ ആണ്. റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, 4th പോയിന്റ് എന്തായിരുന്നു? ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കാൻഡിഡേറ്റ്സ് ആണ്. അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ മാർക്ക് ചെയ്തെന്ന് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം കേട്ടോ. റിപ്പീറ്റ് വന്നിരിക്കുകയാണ്. നമ്മള് സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യണം. അത് ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് നമ്മൾ ഓരോ കാൻഡിഡേറ്റ്സിനെ മറ്റൊരു കാൻഡിഡേറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് കാൻഡിഡേറ്റ്സിനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ആ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ്ങോട് കൂടിയായിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. വേണ്ടാവേ, റിപ്പീറ്റ് വന്നിരിക്കണേ കേട്ടോ. ഓക്കെ, അത് വേണ്ട കേട്ടോ. റീഡ് ചെയ്ത് നോക്കട്ടോ.
റീഡ് ചെയ്തു എല്ലാവരും? ക്ലിയർ ആണോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? ക്ലിയർ ആണോ? ആ സെയിം കോസ്റ്റ് അതും ഓക്കെ അല്ലേ എല്ലാവർക്കും? Then factors affecting selection. നമ്മള് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് പറഞ്ഞ പോലെ തന്നെ സെലക്ഷനിൽ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കോമൺലി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള ഫാക്ടേഴ്സ്, ഓർഗനൈസേഷന് പുറത്തുള്ള ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ അകത്തുള്ള ഫാക്ടേഴ്സ് ആണ്. മേ ബി സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആവാം, ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ ആവാം, നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ ആവാം, കാൻഡിഡേറ്റ്സ് പൂൾ, സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്റേണൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമുക്ക് ഓരോന്നും എന്തെല്ലാമാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ആണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സെലക്ഷൻ ആർ ആസ് ഫോളോസ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ സെലക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 5 ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ സൈസ് അനുസരിച്ച് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിന്റെ ലെങ്ത് അല്ലെങ്കിൽ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ കുറച്ചുകൂടി ഇൻഫോർമൽ സെലക്ഷൻ ആയിരിക്കും അല്ലെ. സ്മോൾ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇൻഫോർമൽ സെലക്ഷൻ ആയിരിക്കും. പക്ഷെ ബിഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഫോർമൽ ആൻഡ് സിസ്റ്റമാറ്റിക് സെലക്ഷൻ പ്രൊസീജിയർ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി എന്താണ് ഫോർമൽ ആയിരിക്കും. സെലക്ഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. സൈസ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ സൈസ്, നമ്മുടെ ഓർഗനൈസേഷന്റെ സൈസിന്റെ ബേസിൽ നമ്മൾ ഓർഗനൈസേഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്, ലാർജ് സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷനും ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനും. നോക്കാം. സെലക്ഷൻ പ്രോസസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ സൈസ് സെലക്ഷൻ പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്മോൾ ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കും. ചെറിയ ഓർഗനൈസേഷൻ ആണ്, അധികം എംപ്ലോയീസ് ഒന്നും ഇല്ല, ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ യൂസ് എ മോർ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ്. നമ്മളൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ കമ്പാരിസൺ ടു ബിഗ് ഓർഗനൈസേഷൻ. ബിഗ് ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സെലക്ഷൻ പ്രോസസ് ആയിരിക്കും, ഇൻഫോർമൽ ആയിരിക്കും സെലക്ഷൻ പ്രോസസ്. നമ്മൾ പറഞ്ഞ പോലെ തെറ്റോ ഇന്റർവ്യൂസ് അങ്ങനെ വലിയ ലെങ്തി ആയിട്ടായിരിക്കില്ല ഇത് വരുന്ന സെലക്ഷൻ വരുന്നത്. കമ്പയർഡ് ടു ദ ബിഗ് ഓർഗനൈസേഷൻ വിച്ച് ജനറലി റിലേ അപ്പോൺ ദ ഫോർമൽ ആൻഡ് സിസ്റ്റമാറ്റിക് സെലക്ഷൻ പ്രോസസ്. അപ്പൊ നമ്മൾ വലിയ ഓർഗനൈസേഷനിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ചും കൂടി ഫോർമൽ ആയിരിക്കും സെലക്ഷൻ പ്രോസസ്. എങ്ങനെയായിരിക്കും, കുറച്ചും കൂടി ഫോർമൽ ആയിരിക്കും. അതേപോലെ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് സെലക്ഷൻ ഉണ്ട്. നമ്മൾ ആ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇതില് കൊമേഴ്സ് സ്റ്റുഡൻസ് ആരൊക്കെയുണ്ട്? ഓക്കെ, കൊമേഴ്സ് പാസ് ഔട്ട് ആയിട്ടുള്ളവർ ആരൊക്കെയുണ്ട്? ബികോം ലാസ്റ്റ് ഇയർ എങ്ങനെയാണോ പാസ് ഔട്ട് ആയത്? അടുത്ത് പാസ് ഔട്ട് ആയവര്? ഓക്കെ, നമ്മള് അല്ല കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, എന്നാൽ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ ഓർഗനൈസേഷന്റെ ടൈപ്പ് അനുസരിച്ച് 3ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്യുന്ന ലൈനിന്റെ ബേസിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, ലൈനിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മേ ബി മാനേജ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ചില ഓർഗനൈസേഷന് ഇത് രണ്ടിന്റെയും കൂടി കോംബോ യൂസ് ചെയ്യാറുണ്ട്. ചില ഓർഗനൈസേഷൻസ് ലൈൻ സ്ട്രക്ചറിന്റെയും ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചറിന്റെയും കൂടി കോംബോ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് നമ്മളുടെ ഉള്ളത് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് സെലക്ഷനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നോക്കാം.
മൂന്ന് ടൈപ്പ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യാം. അപ്പൊ ഓർഗനൈസേഷൻ ദാറ്റ് ഹാവ് എ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ സിഗ്നിഫിക്കൻറ്റ്ലി റിക്വയർ എ റീഡിഫൈൻഡ് വർക്കിംഗ് സ്ട്രക്ചർ. ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് അവരുടെ വർക്കിംഗ് സ്ട്രക്ചർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. മേ ബി അത് കോംപ്ലിക്കേറ്റഡ് അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന രീതിയിലായിരിക്കും അവരുടെ സ്ട്രക്ചർ. മോസ്റ്റ് ഓർഗനൈസേഷൻ split their organization structure into 3 basic type. Commonly നമ്മൾ കണ്ടുവരുന്ന 3 ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ആണ് ഞാൻ പറയുന്നത്. One type is line structure. First type ഏതാണ്? Line structure ആണ്. Where the specific duties are said to be performed from top to bottom. ടോപ്പ് ലെവൽ മുതൽ ബോട്ടം ലെവൽ വരെയും ഇന്ന ഡ്യൂട്ടീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അസൈൻ ചെയ്തിട്ടുണ്ടാവും. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓരോ എംപ്ലോയീസ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ടൈപ്പിനെയാണ് ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ടൈപ്പാണ് ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ. The duties are defined by the staff and line. അപ്പോ അടുത്തൊരു സ്ട്രക്ചർ ആണ് ഇത് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. വിത്ത് ദ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് ദ ലൈൻ മാനേജേഴ്സ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും ലൈൻ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മിഡിൽ ലെവലില് ആരൊക്കെ ഉണ്ട്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അങ്ങനെ ഓരോ മാനേജേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുണ്ടാവും? കൂടെ ലൈൻ മാനേജേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു മെത്തേഡാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ. നെക്സ്റ്റ് മെത്തേഡാണ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ലാസ്റ്റ് മെത്തേഡാണ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മൾ ഫംഗ്ഷന്റെ ബേസിൽ ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷന്റെ ബേസിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. A departmental organization structure functions with the help of the department with the people specialized in human resource. Human resource specialized ആയിട്ടുള്ള വ്യക്തികൾ എല്ലാവരും നമ്മൾ HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ജോബ് ചെയ്യുന്ന എല്ലാവരെയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് ജോബ് ചെയ്യുന്ന എല്ലാവരും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ലാസ്റ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? പർച്ചേസിംഗ്, സെയിൽസ്, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സിന്റെ ബേസിൽ അവർ എന്താണോ വർക്ക് ചെയ്യുന്നത്, ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ അവരെന്ത് ചെയ്യാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാണ്. The selection process vary with the type of the organization structure. നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനനുസരിച്ച് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലും മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് ചെറുതായിരിക്കും, ഇൻഫോർമൽ ആയിട്ടുള്ള സെലക്ഷൻ ആയിരിക്കും, അത്ര ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ ബിഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ സെലക്ഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കുറച്ച് ഫോർമൽ ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്, സിസ്റ്റമാറ്റിക് സെലക്ഷൻ പ്രോസസ് ആയിരിക്കും അവർ ആക്ട് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സെലക്ഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് എന്ത്? ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ടൈപ്പിനെ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈൻ സ്ട്രക്ചർ ആണോ, ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ആണോ, ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണോ എന്നുള്ളത്. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സെലക്ഷൻ പ്രോസസ്സിനെ ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അത് ഏതൊക്കെയാണ് സ്ട്രക്ചർ എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. വേറെ അത്ര കോംപ്ലിക്കേറ്റ് ഉള്ളിലേക്ക് നമുക്ക് പഠിക്കാനായിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളൂ. 2 കാര്യങ്ങളൊന്ന് റീഡ് ചെയ്തേ. സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ ഒന്ന് റീഡ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ.
റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനും സൈസ് ഓഫ് ദ ഓർഗനൈസേഷനും. ഓക്കെ, നെക്സ്റ്റ് ആണ് നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ. നമ്മൾക്ക് ഓർഗനൈസേഷൻ സൊസൈറ്റിയിൽ നിന്നൊരു പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതേപോലെ നമ്മളുടെ സൊസൈറ്റിയിലുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ്. നേച്ചർ ഓഫ് ദി സോഷ്യൽ പ്രഷർ. Selection process is influenced by social pressure as well, because selection of human resource is generally influenced by legislation, executive orders, court decisions, etc. നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിയമങ്ങള്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സുകള്, കോർട്ടിന്റെ തീരുമാനങ്ങൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. As every organization has to function within the society under some social and legislative terms and conditions. നമ്മളൊരു സൊസൈറ്റിയിലാണ് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. സോ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ ലോസ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓർഗനൈസേഷനിൽ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ ആണ്. സൊസൈറ്റിയിൽ ഒരു ഓർഗനൈസേഷനിൽ സെലക്ഷൻ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി കാൻഡിഡേറ്റ്സ് പൂൾ ആണ് പറയുന്നത്. നമ്മള് സെലക്ഷൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടാണ്, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചനുസരിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ സെലക്ഷൻ കറക്റ്റ് ആയിരിക്കും. അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. മേ ബി സ്മോൾ നമ്പർ ആണെങ്കിലോ നമുക്ക് സെലക്ഷൻ അത്ര പ്രോപ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. സോ കാൻഡിഡേറ്റ്സിന്റെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, ആപ്ലിക്കേഷന്റെ എണ്ണം സെലക്ഷനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ്. സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്. ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ് അഫക്ട് ചെയ്യുന്നുണ്ട്. It can be effective process only if the number of applicants selected for specific position when compared with the total applicants in the selection ratio. The selection ratio influence ചെയ്യുന്നുണ്ട്. Selection ratio എന്ന് പറഞ്ഞാൽ number of applications is to one minute. Application selected is to total number of application. അതാണ് the selection ratio എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ജോബ് പൊസിഷനിൽ, അതിൽ നിന്ന് അതേപോലെ തന്നെ എത്ര പേര് നമ്മൾ സെലക്ട് ചെയ്തു എന്നതിന്റെ റേഷ്യോ ആണ് കാൻഡിഡേറ്റ്സ് പൂളിൽ വരുന്നത്. സെലക്ഷൻ റേഷ്യോ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്, എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടുതൽ കിട്ടുന്നോ അത്രയും ബെസ്റ്റ് ആയിരിക്കും നമ്മളുടെ സെലക്ഷൻ പ്രൊസീജിയർ. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് സെലക്ഷൻ പ്രോസസ്സിൽ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെലക്ഷൻ പ്രോസസ്സിൽ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഇത് ടൈം. ടൈം എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. സെലക്ഷൻ പ്രോസസ്, സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ടൈം പ്രൊവൈഡഡ് ഫോർ മേക്കിംഗ് ദ സെലക്ഷൻ ഡിസിഷൻ. അപ്പൊ സെലക്ഷൻ ഡിസിഷൻ എടുക്കാനുള്ള ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഗനൈസേഷൻ ക്യാൻ അവോയ്ഡ് legal problems by strictly following the selection policies and procedures.
നമ്മുടെ ഓർഗനൈസേഷൻ അവരുടെ പോളിസീസും പ്രൊസീജിയേഴ്സും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ വരുന്ന ലീഗൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റും, ഡിസിഷൻസ് പ്രോപ്പർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ ചെയ്യുന്നുണ്ട്, സെലക്ഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് പൂൾ, എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്തത്, അതിൽ നിന്ന് നമ്മൾ എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു എന്നതിന്റെ റേഷ്യോ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങും സെലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റീഡ് ചെയ്യാട്ടോ. റീഡ് ചെയ്തോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എന്തെല്ലാമാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എഫക്ട്സ്, എന്താണ് സെലക്ഷൻ എഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഞാൻ ആദ്യം എടുത്തപ്പോ പെട്ടെന്ന് സ്പീഡായി പോയതാണ് കേട്ടോ, സോറി. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമ്മുടെ ഓർഗനൈസേഷന്റെ പുറത്തുള്ള ഫാക്ടേഴ്സ് ഇതെല്ലാമാണ് സെലക്ഷനെ അഫക്ട് ചെയ്യുന്നത്. നേച്ചർ ഓഫ് ദ ലേബർ മാർക്കറ്റ്, നമ്മുടെ ലേബർ മാർക്കറ്റിന്റെ നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു കേരളം പോലെ ആണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒരുപാട് കൂടുതലാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. കേരളത്തിലാണ് എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. സോ അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. പക്ഷെ വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ അധികം ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കും, സിമ്പിൾ ഷോർട്ട് ആയിരിക്കും. മേ ബി ഒരു പോസ്റ്റിലേക്ക് മേ ബി 3 ആപ്ലിക്കേഷനെ വന്നിട്ടുള്ളൂ. സോ 3 പേര് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റർവ്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ട്രേഡ് യൂണിയൻ ആണ്. ട്രേഡ് യൂണിയൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് യൂണിയന്റേതായ ഡിമാൻഡ്സ് ഉണ്ട് ഇല്ലേ? ട്രേഡ് യൂണിയൻ സജസ്റ്റ് ചെയ്യും, ഇന്ന എംപ്ലോയിനെ എന്ത് ചെയ്താൽ മതി, അവർ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇന്ന എംപ്ലോയിനെ സെലക്ട് ചെയ്യണം. സോ നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല, ആ ഒരു എംപ്ലോയിനെ തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും. ദെൻ ഗവൺമെന്റ് റെഗുലേഷൻ ഉണ്ട്. നമ്മള് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്ത കുറച്ച് സെലക്ഷൻ നോംസ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് സെലക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ്. എന്തെല്ലാമാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, സെലക്ഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേച്ചർ ഓഫ് ലേബർ മാർക്കറ്റ്, ലേബർ മാർക്കറ്റിന്റെ നേച്ചർ. Selection process is affected by the nature of the labor market as well. നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ് എന്ത്, ലേബർ മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ
selection process will be short and simple if there are very few applicants. നമുക്ക് അധികം applicants ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് സെലക്ഷൻ പ്രോസസ്സ് കുറച്ച് ഷോർട്ട് ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും. ഹാവിംഗ് റിക്വയർഡ് സ്കിൽ ആൻഡ് സെറ്റ് ഓഫ് നോളജ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കും? സിമ്പിൾ ആയിരിക്കും. ഇനി ലേബർ മാർക്കറ്റില് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ്, ഒരുപാട് പേര് ജോലി ഇല്ലാതെ ഉണ്ട്. സെയിം ക്വാളിഫിക്കേഷനും സ്കിൽസും ഉള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മളെ സെലക്ഷൻ പ്രോസസ്സ് കുറച്ച് ലോങ് ആയിരിക്കും, കുറച്ച് ഹാർഡ് ആയിരിക്കും. അതേപോലെ സെലക്ഷൻ ടെസ്റ്റ് ഒക്കെ കുറച്ച് ടഫ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സെലക്ഷൻ പ്രോസസ് വേണ്ടി കുറച്ച് ലെങ്തി ആൻഡ് ഹാർഡ് ആയിരിക്കും. ഓക്കെ, ഇനി ട്രേഡ് യൂണിയൻ ആണ് പറയുന്നത്. ട്രേഡ് യൂണിയൻ ഓൾസോ അഫക്ട് ദ സെലക്ഷൻ പ്രൊസീജിയർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടർ തന്നെയാണ് എന്ത്, ട്രേഡ് യൂണിയൻ. ഫോർ എക്സാമ്പിൾ, trade unions sometimes recommend some of the applicants for the job. Trade union അവരുടെ ഭാഗത്തു നിന്നുള്ള ആപ്ലിക്കൻസിന് മേ ബി ജോബിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ആൻഡ് ഈവൻ ഡിമാൻഡ് ഫോർ ദ സെലക്ഷൻ, അവർ ഡിമാൻഡ് ചെയ്യും ഇന്ന ആളെ തന്നെ ജോബിലേക്ക് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും, ഡിമാൻഡ് ചെയ്യാറുണ്ട്. സോ നമുക്ക് നമ്മളെ അഫക്ട് ചെയ്യുന്ന സെലക്ഷൻ അഫക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ് ഇത് ട്രേഡ് യൂണിയൻ. അവർ റെക്കമെൻഡ് ചെയ്യുന്ന വ്യക്തിനെ തന്നെ ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ആണ് ഗവൺമെന്റ് റെഗുലേഷൻസ്. Organization need to follow the selection norms defined under the regulation prescribed by the government. നമ്മൾ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഈ സെലക്ഷന്റെ നോംസ്, റെഗുലേഷൻസ് ഓൾറെഡി ആരും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മള് സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്. Thus, government rules and regulations such as legislation also affect the execution of the selection procedure in an organization. ഒരു ഓർഗനൈസേഷന്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ അഫക്ട് ചെയ്യും എന്ത്, ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്. എന്തെല്ലാമാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? നേച്ചർ ഓഫ് ദ ലേബർ മാർക്കറ്റ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് എഫക്ട് ചെയ്യും. ട്രേഡ് യൂണിയൻസിന്റെ ഡിമാൻഡ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് റെഗുലേഷൻസ് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെല്ലാമാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളത് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. മിസ്സേ, ഗവൺമെന്റ് റെഗുലേഷൻസ് ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മൾ സെലക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ സെലക്ഷൻ നോംസിൽ നമ്മൾ ഗവൺമെന്റിന്റേതായ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇന്നൊരു ജോബിലേക്ക് നമ്മൾ പോസ്റ്റ് ആവുമ്പോൾ ഇതിന്റെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇപ്പോ ജസ്റ്റ് ഒരു PSC എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് അവർ പറഞ്ഞിട്ടുണ്ടാവും. സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഇന്ന രീതിയിലായിരിക്കും സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ക്രൈറ്റീരിയാസ്, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണോ നമ്മൾ ആ എംപ്ലോയിനെ സെലക്ട് ചെയ്യേണ്ടത്. ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ഗവൺമെന്റ് ആണോ ഭരണത്തിലുള്ളത്, നമ്മൾ ഏത് പാർട്ടിയാണോ നമ്മൾ
പവറിലുള്ളത് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ PSC ഒക്കെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാർച്ച് യൂസ് ചെയ്യാൻ പാടില്ല, അതേപോലെ കുറെ കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നില്ലേ. അപ്പൊ ടെസ്റ്റിന്റെ കാര്യത്തിൽ ഇന്റർവ്യൂ ഇങ്ങനെ കണ്ടക്ട് ചെയ്യണം, മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ പറയാം. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ. അത്രേ ഉള്ളൂ. ഓക്കെ, ആ ഫാക്ടേഴ്സ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോ എല്ലാവരും നല്ല രീതിയിൽ റീഡ് ഒക്കെ ചെയ്യാം. ആ ഡെഫിനേഷൻസ് നന്നായിട്ട് നോക്കാം. ഡെഫിനേഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ നോക്കി പഠിക്കുക. മാർക്ക് ചെയ്തതനുസരിച്ച് നോക്കി പഠിക്കുക ഡെഫിനേഷൻ, എന്നിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.